ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കോട്ടൺ ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതിനായി ഞാൻ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 9.5 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. 8.5 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 9.5 എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ 4.5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. ആം ഹോളും മാർക്ക് ചെയ്യണം. 4.5 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ എടുത്തിരിക്കുന്നത്. ആം ഹോളും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. 5.5 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 6.5 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോക്സ് പോലെ യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ആം ഹോൾ കേവ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് അടയാളപ്പെടുത്താം. 2 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി എടുത്തിരിക്കുന്നത്. 2.5 ഇഞ്ച് നീളവും എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തി കൊടുക്കാം. 5.5 ഇഞ്ച് തന്നെയാണ് വേസ്റ്റിനും എടുത്തിരിക്കുന്നത്. പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുത്തേക്കാം. ഒരു 4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഫ്രണ്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുത്തതിന് ശേഷം നെക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് ഇതോടെ നമ്മുടെ ഫ്രണ്ട് യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ബാക്ക് നമുക്ക് നെക്ക് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് ഞാനിവിടെ 2 ഇഞ്ച് വീതിയും 2 ഇഞ്ച് നീളവുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബോക്സ് പോലെ ആക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കിൽ ഞാൻ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അവിടം വരെ 2.5 ഇഞ്ച് മാത്രം കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്യാം. ഇതിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ബോട്ടത്തിൻ്റെ ഫ്രില്ലിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് നീളത്തിൽ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഓരോ പോർഷന് വേണ്ടിയിട്ടാണ് ഇതേപോലെ 2 പീസ് എടുക്കുന്നത്. ഇനി അതിൻ്റെ ഏറ്റവും അടിയിലേക്ക് ചെറിയ ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് നീളത്തിൽ 4 പീസ് കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു മെയിൻ ഫ്രില്ലിന് 2 പീസ് വരെ വെച്ചിട്ട് അങ്ങനെ 4 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 5 ഇഞ്ച് നീളത്തിലാണ് ഇതെടുക്കുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും പോകും, 1/2 ഇഞ്ച് മടക്കി അടിക്കാനും കൂടെ. അപ്പം മൊത്തം 4 ഇഞ്ചാണ് വരിക. ടോട്ടൽ 5 ഇഞ്ച് നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. 1 ഇഞ്ച് സീം അലവൻസ് പോകും. ഞാൻ ബാക്കി പാർട്ടിൽ നിന്ന് 4 ഇഞ്ചിൻ്റെ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് യോക്കിൽ നമ്മളൊരു ചെറിയ ഫ്രില്ല് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. ബാലൻസ് പീസ് നമുക്ക് വള്ളി വെക്കാനായിട്ട് എടുക്കാം. ഇനി നീളത്തിലൊരു പീസ് എടുത്തിട്ട് അതിലൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ബാക്കിൽ നമ്മൾ ഹുക്ക് വെക്കാനുള്ളത് അടിച്ചെടുക്കണ്ടേ, അത് അടിച്ച് മറിക്കാനുള്ള പീസാണ് ഇത്. ബാക്ക് നെക്കിൽ നമ്മൾ ഹുക്ക് വെക്കുന്നുണ്ടല്ലോ, അത് ഇതേപോലെ ഈ ഷേപ്പിൽ അടിച്ച് മറിക്കാനുള്ളതാണ്. ഇനി നമുക്ക് നെക്കും സ്ലീവും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രോസ് പീസ് വേണം. അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതോടെ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബാക്ക് പാർട്ടിൽ ഹുക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അകത്തേക്ക് വെച്ച് നല്ലവണ്ണം പതിച്ച് കൊടുക്കണം. കൈ വെച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഞാൻ കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് തിരിച്ചിട്ടതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് 4 ഇഞ്ച് മടക്കി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് മടക്കി വെച്ച് കൊടുക്കണേ. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. തയ്ച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് കൈ വെച്ചൊന്ന്
അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് വീതിയൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കി ഒരേപോലെ ആണോ എന്ന് നോക്കിയിട്ടൊക്കെ കൈവച്ച് പിടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ നമുക്ക് ഒന്ന് കുറച്ച് പതുക്കെ ചെയ്തെടുത്താൽ മതി. ഇതോടെ നമ്മൾ ബാക്ക് പാർട്ടിൽ ഹുക്കിൻ്റെ പരിപാടി കഴിയും. ഇനി ഇതിൽ നമുക്ക് ഹുക്ക് തയ്ച്ച് അഴിയും ഹുക്കും കൂടെ തയ്ച്ച് പിടിപ്പിച്ചാൽ മതി. ഞാനത് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും യോക്ക് തമ്മിൽ ജോയിൻ ചെയ്യണം. ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. കെട്ടിട്ടിട്ട് അടിച്ചെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണേ, ലൂസായി പോകണ്ട നമ്മുടെ സ്റ്റിച്ചൊന്നും. ഇപ്പോൾ നമ്മൾ 2 ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കും സ്ലീവും ഒന്ന് നമ്മൾ എടുത്ത് വെച്ച ക്രോസ് പീസ് ഉണ്ടല്ലോ അത് വെച്ച് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കണം. ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം ഈ നമ്മൾ മെയിൻ യോക്ക് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ബാക്ക് വശം ഉണ്ടല്ലോ, ബാക്ക് വശം നമ്മൾ അടിച്ച് നിർത്തിയില്ലേ, അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് നല്ല വശവും കൂടി ചേർത്ത് വെച്ച് ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടിച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് റൗണ്ട് ഷേപ്പിൽ അടിച്ചെടുക്കാം. നമ്മളത് വലിച്ച് പിടിച്ചടിക്കരുത്, ലൂസായിട്ട് തന്നെ പിടിച്ചിട്ട് അടിക്കണം. വലിച്ച് പിടിച്ചടിക്കുമ്പോൾ നമ്മൾ അത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഏറ്റവും അടിഭാഗം എത്തുമ്പോൾ ഇത് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം അടിച്ച് നിർത്താം. ഇനി ഇത് നമുക്കതൊന്ന് ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ഇതൊന്ന് കട്ടിട്ട് കൊടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് മറിച്ചിട്ടടിക്കാൻ. ഇപ്പോൾ ഇതേപോലെ നെക്കും 2 സ്ലീവിൻ്റെ ഭാഗവും കൂടെ ഇതേപോലെ ചെയ്തെടുക്കണം. നമ്മൾ സ്ലീവ് വെക്കുന്നില്ലാത്തത് കൊണ്ട് ഇതേപോലെ ഫിനിഷ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്കൊന്ന് കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ട് അടിച്ചെടുക്കാം. കട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാണ്ട് നോക്കണേ. കൈ വെച്ച് നന്നായിട്ടൊന്ന് പതിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം നമ്മുടെ ക്രോസ് പീസ് ഉണ്ടല്ലോ അതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസിലേ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ, മെയിൻ പീസിൽ സ്റ്റിച്ച് ചെയ്യരുത്. ഇനി ഇത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നമുക്കിത്. അപ്പോൾ നമ്മൾ നെക്കും സ്ലീവും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കത് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നിൽക്കും, ചുളിവൊന്നും ഉണ്ടാവില്ല. അതൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രില്ല് വെക്കണം. അതിന് വേണ്ടി ഞാൻ 43 ഇഞ്ചുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് നീളവും 43 ഇഞ്ച് വീതിയുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ആദ്യം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും മേലെയുണ്ടല്ലോ മേലെ വശം, അതിൽ കൂടെ ഒരു ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നൂലിങ്ങനെ പിരിച്ചെടുത്താൽ ചെറിയ പ്ലീറ്റ്സ് നമുക്ക് കിട്ടും. നമ്മൾ പ്ലീറ്റ് ഇട്ട് അടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ഞൊറിയായിരിക്കും ഇതുപോലെ എടുക്കുമ്പോൾ. നല്ല കുഞ്ഞു ഞൊറികൾ കിട്ടും കേട്ടോ. ആദ്യം വെറുതെ ഒരു സ്റ്റിച്ചിൻ്റെ നീളം കൂട്ടി വെച്ചിട്ട് അന്നത് ഇതേപോലെ എന്നിട്ട് അടിച്ചെടുത്തതിന് സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടിയിൽ നൂലിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ചുരുയിട്ട് കൊടുത്താൽ നല്ല രീതിയിലുള്ള നമുക്ക് കുഞ്ഞു പ്ലേറ്റ് കിട്ടും. ഇതേപോലെ നമുക്കിത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്ത് വെക്കണം. ഇങ്ങനെ എടുക്കുമ്പോൾ പ്ലേറ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കുഞ്ഞു ഇതേപോലെ 2 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ യോക്കിൽ വെച്ച് അടിക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് യോക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ബാക്കിലും ഫ്രണ്ടിലും ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് ലെഫ്റ്റിലേക്കും 1.5 ഇഞ്ച് റൈറ്റിലേക്കും മാർക്ക് ചെയ്ത് വെക്കണം. ആ സെൻറ്ററിൽ നിന്ന് 1.5 ഇഞ്ച് ഇടത്തേക്കും വലത്തേക്കും മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടും ബാക്കും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. 2 ഇഞ്ചല്ല 1.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഈ 2 മാർക്ക് അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. 2 ഷോൾഡറിൻ്റെ അവിടെയും ഈ മാർക്കിങ്ങിൽ കൂടെ വേണം നമ്മൾ ഈ ഒരു ഫ്രില്ല് അടിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്.
രണ്ട് വശത്തും ഇതേപോലെ ഫ്രില്ല് വെച്ചതിന് ശേഷം, വെച്ചത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന്. ഇതേപോലെ അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടാൽ ഇപ്പുറത്തേക്ക് തിരിച്ചാൽ നമ്മുടെ ഫ്രിൽസ് ഇവിടെ റെഡിയാവും. ഇതൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല ലെവലിൽ നിന്നോളും കേട്ടോ. ഇത്രയേ ഉള്ളൂ. യോക്കിൻ്റെ പാട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു വള്ളി കൂടെ വെക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു വള്ളി വെക്കാനുള്ള പീസ് ഞാൻ ഇതേപോലെ നല്ല വശവും ചേർത്തടിച്ച് തിരിച്ചെടുത്ത് വെക്കണം, വള്ളിയാക്കി വെക്കണം. ഇനി നമുക്കൊരു ഫ്രണ്ട് യോക്കിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മേലേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ഈ വള്ളി മാത്രം. എന്നിട്ട് വീണ്ടും നമ്മളിത് സൈഡ് കൂട്ടുമ്പോൾ വള്ളി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറി നമുക്ക് ഒന്നും കൂടി അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതേ കറക്റ്റ് അളവിൽ കൂടെ ഇതിൻ്റെ സൈഡ് യോജിപ്പിച്ച് കൂട്ടി വെക്കാം. അതോടെ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്കിതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകാം. ഞാൻ മാക്സിമം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ നോക്കാവേ, അതായിരിക്കും എല്ലാവർക്കും കാണുന്നവർക്ക് സൗകര്യം. നമുക്ക് ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 ഇഞ്ചിലെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രില്ലിട്ടതുപോലെ തന്നെ മുകളിൽ കൂടെ ഒരു ലൂസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അടിഭാഗം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അടിഭാഗത്ത് ഫ്രിൽസ് വരുന്നത് കൊണ്ട് ഇത് മുകൾ ഭാഗം മാത്രം ഒരു ലൂസ് സ്റ്റിച്ച് ഇട്ടിട്ട് കൈ വെച്ച് ചുരുക്കിട്ടെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അടിഭാഗത്തേക്കുള്ള പീസ് ഉണ്ടല്ലോ, അതൊന്ന് അടിഭാഗം മടക്കി അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് പ്ലേറ്റ് ഇട്ടെടുക്കാനുള്ളതാണ്. ഇപ്പം നമ്മൾ 10 ഇഞ്ചിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് മുകളിൽ കൂടെ ഒരു ലൂസ് സ്റ്റിച്ച് എടുത്ത് കൊടുത്തത് ഇതേപോലെ ആദ്യത്തെ നമ്മൾ ഫ്രില്ലിട്ടില്ലേ അതുപോലെ തന്നെ കൈ വെച്ചിങ്ങനെ വലിച്ചു കൊടുത്ത് ഫ്രിൽസാക്കി എടുക്കണം. ഇപ്പം ഞാനിത് രണ്ടും ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ടുള്ള പീസ് ഇതിവിടെ ഫ്രില്ലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരവണ്ണം എല്ലാം കറക്റ്റ് 11.5 ഇഞ്ച് അരവണ്ണം എടുത്തിട്ടുണ്ട്. 10.5 നമുക്ക് വേണ്ടത്. 1 ഇഞ്ച് രണ്ട് ഭാഗം കൂട്ടി അടിക്കുമ്പോൾ അര ഇഞ്ച് പോകുമല്ലോ, അങ്ങനെ അതും കൂടി ചേർത്ത് 11.5 ഇഞ്ച് അരവണ്ണത്തിൽ 2 പീസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇത് ജോയിൻ ചെയ്ത് എടുത്ത ഭാഗം നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന യോക്ക് പാർട്ടുണ്ടല്ലോ, അത് രണ്ടും കൂടെ തമ്മിൽ ചേർത്ത് നമുക്ക് അടിച്ചു കൊടുക്കണം. നല്ല വശവും വരുന്ന രീതിയിൽ ഇത് അടിച്ചു കൊടുക്കാൻ നേരത്ത് നമ്മളിതിൻ്റെ നമ്മൾ സ്റ്റിച്ച് ശ്രദ്ധിക്കണം. സൈഡിലൂടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ ജോയിൻ ചെയ്തപ്പം, ആ സ്റ്റിച്ചും നമ്മുടെ ബോട്ടം അറ്റാച്ച് ചെയ്ത സ്റ്റിച്ചും കൂടെ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഫ്രില്ലും ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രില്ല് ഏത് ഭാഗത്തേക്കാണോ വേണ്ടത് ആ ഭാഗത്തേക്ക് തന്നെ ആക്കി വെക്കണം. നടുക്കോട്ടുള്ള രീതിയിലേക്കല്ല, ഈ സ്റ്റിച്ചിൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞിട്ട് വേണം ഫ്രില്ല് വരാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നോക്കി വെച്ചോണം. ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഇത് അഴിക്കേണ്ടി വരും. നമ്മൾ അതുകൊണ്ട് നോക്കിയിട്ട് തന്നെ അടിക്കുമ്പോൾ തന്നെ നോക്കിയിട്ട് കൈയൊക്കെ നോക്കി വെച്ച് കൊടുത്തതിന് ശേഷം തന്നെ ഈ നമ്മൾ സ്റ്റിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കണം. പിന്നീട് അഴിക്കുന്നത് ഒരു വലിയ പണിയായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് വശത്തും സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ, ആ 2 സ്റ്റിച്ചും ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും സെറ്റാക്കിയിട്ട് ഇത് അടിച്ചെടുക്കാം. അതോടെ നമ്മൾ ഇപ്പോൾ ഉടുപ്പിന് മെയിൻ പാർട്ടിൽ ബോട്ടവും ടോപ്പും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഏറ്റവും താഴത്തേക്കുള്ള ഫ്രില്ലാണ് വെക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ താഴെ വെക്കാനുള്ള ഫ്രില്ല് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗം മടക്കി അടിച്ച് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ഇതൊന്ന് പ്ലേറ്റ് ഇട്ടെടുക്കാം. ഇത് ഞാൻ സാധാരണ പോലത്തെ തന്നെ പ്ലേറ്റാണ് ഇടുന്നത്. ഇപ്പോൾ വേനൽക്കാലത്ത് കുട്ടികൾക്കൊക്കെ ഇട്ട് നടക്കാൻ ഏറ്റവും സുഖമുള്ളത് കോട്ടണായിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും അല്ലേ. അംഗനവാടിയിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ കോട്ടൺ ഫ്രോക്ക് ആയിരിക്കും അവർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത്. ഞാനിത് മോൾക്ക് വേണ്ടിയിട്ട് അടിച്ചതാണ്. അവൾ അംഗനവാടി പോകുന്നുണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് അടിച്ച ഒരു ഉടുപ്പാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു അടിച്ചു വെച്ച ഫ്രില്ല് നമ്മുടെ മെയിൻ ഫ്രില്ലുമായിട്ട് ജോയിൻ ചെയ്ത് നല്ല വശവും ചേർത്ത് ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ ഉടുപ്പിടെ റെഡിയായി. 3 ഷോ ബട്ടണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടോപ്പ് ഉടുപ്പാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്.